ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം സ്ഥാനാർത്ഥികളിലൂടെ മറികടക്കാനാകുമോ എന്നതാണ് സിപിഎമ്മിന് മുന്നിലെ വെല്ലുവിളി. മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും സിറ്റിംഗ് എംഎൽഎമാരെയും കളത്തിലിറക്കി വോട്ടാക്കാനാകുമോ എന്നതാണ് പരീക്ഷണം. PB അനുമതിക്ക് കാത്തിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിലാണ് സിപിഎമ്മിന്റെ പ്രതീക്ഷ. ഒരു മന്ത്രി, 4 മുൻ മന്ത്രിമാർ, 3 സിറ്റിംഗ് MLA മാർ, ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, 3 ജില്ലാ സെക്രട്ടറിമാർ, പ്രമുഖരുടെ പടയാണ് CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം കൊടും ചൂടിലെത്തി നിൽക്കവേ എത്തുന്ന തിരഞ്ഞെടുപ്പിനെ സ്ഥാനാർത്ഥികളുടെ മേന്മ കൊണ്ട് തണുപ്പിക്കാൻ CPM നന്നേ പാടുപെടേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് ഇടപാടിലെ ദുരൂഹത NDAയും UDFും തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുമെന്നതിൽ സംശയമില്ല. പ്രാദേശിക തലം മുതൽ ജനറൽ സെക്രട്ടറി വരെയുള്ളവർക്ക് മുഖ്യമന്ത്രിയെയും മകളെയും ന്യായീകരിച്ച് നാവുകഴയ്ക്കുമെങ്കിലും വിജയത്തിൽ കുറഞ്ഞതൊന്നുമില്ലെന്നാണ് അണികൾക്ക് പാർട്ടി നൽകുന്ന നിർദ്ദേശം. KK ശൈലജ, K രാധാകൃഷ്ണൻ, മുകേഷ് എന്നിവരുടെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്ന് CPM വിലയിരുത്തുന്നു. ആറ്റിങ്ങൽ, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ജില്ലാ സെക്രട്ടറിമാരാണ് മത്സര രംഗത്തുള്ളത്. വന്യജീവി ആക്രമണങ്ങളിൽ ഉൾപ്പെടെ സർക്കാരുമായി ഉടക്കി നിൽക്കുന്ന സഭാ നേതൃത്വങ്ങളെ അന്വയിപ്പിക്കാൻ തോമസ് ഐസക്, ജോയ്സ് ജോർജ്, എറണാകുളത്തെ KJ ഷൈൻ എന്നിവരിലൂടെ കഴിയുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അഴിമതിയിലും ധൂർത്തിലും മുഖം മങ്ങിയ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ PB അനുമതിയോടെ 27 പ്രഖ്യാപനം കാത്തിരിക്കുന്ന സ്ഥാനാർത്ഥികൾ നന്നേ വിയർത്തേക്കും. ജനം, തിരുവനന്തപുരം.